Dear friends, you are welcome to Historia. അപ്പോൾ ഹിസ്റ്റോറിയ പുതിയൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന വളരെ ചെറിയൊരു ടോപ്പിക്കാണ്, വളരെ കുഞ്ഞു ടോപ്പിക്കാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്നാൽ പലപ്പോഴും PSC നിലവാരത്തിൽ ചോദിച്ചിട്ടുണ്ട്, സെൻട്രൽ എക്സാമിന് ചോദിച്ചിട്ടുണ്ടല്ലേ, PSC നിലവാരത്തിൽ പൊതുവെ ചോദിച്ചിട്ടുള്ള വളരെ ചെറിയൊരു ടോപ്പിക്കാണ് നമ്മൾ പഠിക്കുന്നത്. മുൻ ക്ലാസ്സുകൾ നമ്മൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അത് രൂപം കൊണ്ടതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട സെഷൻസ്, ആ സെഷൻസ് അധ്യക്ഷത വഹിച്ച ആളുകൾ എന്താണ്, ആരൊക്കെയാണ്, ആ സെഷൻസിന്റെ പ്രത്യേകതകൾ എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ മുൻ ക്ലാസ്സുകൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള വനിതകൾ ആരാന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. വുമൻസ് ബിക്കേം ദി പ്രസിഡന്റ് ഓഫ് INCയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള വനിതകൾ ആരൊക്കെയെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് നമ്മൾ പഠിച്ചത് ആനി ബെസന്റ് ഉണ്ടായിരുന്നു, അതോടൊപ്പം സരോജിനി നായിഡു, നെല്ലിസൺ ഗുപ്ത, അത് കഴിഞ്ഞാൽ ഇന്ദിരാഗാന്ധി ആൻഡ് സോണിയാഗാന്ധി. ഇങ്ങനെ 5 വനിതകളാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ളത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള 5 വനിതകളാണ് ഇതേവരെ ഉള്ളത്. 5 ആളുകളും ഏതൊക്കെ വർഷങ്ങളാണ് INC പ്രസിഡന്റ് ആയത്, ഏതെല്ലാം സമ്മേളനങ്ങളിൽ വെച്ചാണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മുൻ ക്ലാസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കുന്നത് ഫോറിനേഴ്സ് ബിക്കേം ദി പ്രസിഡന്റ് ഓഫ് INC ആണ്. ഫോറിനേഴ്സ് ബിക്കേം ദി പ്രസിഡന്റ് ഓഫ് INC. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ബ്രിട്ടീഷുകാർ ആരൊക്കെയാണ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള വിദേശികൾ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ ആരൊക്കെയെന്നാണ് നമ്മൾ പഠിക്കുന്നത്. പൊതുവെ 4 ബ്രിട്ടീഷുകാരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ളത്. അപ്പോൾ ആ 4 ആളുകൾ ആരൊക്കെയാണ്, ആരൊക്കെയാണ്, ഏതെല്ലാം വർഷങ്ങളിലാണ്, ഏതെല്ലാം സമ്മേളനങ്ങളിൽ വെച്ചാണ് ഇവരെല്ലാം INC പ്രസിഡന്റ് ആയി തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ സ്റ്റാർട്ടിങ് ഞാൻ പറഞ്ഞു, കുഞ്ഞു ടോപ്പിക്കാണ്, ചെറിയൊരു ടോപ്പിക്കാണ്. 4 ആളുകൾ, ആ 4 വർഷങ്ങൾ ഏതൊക്കെയാണ്, ഏതെല്ലാം സെഷൻസ് വെച്ചാണ് പഠിക്കുന്നത്, അത്രയും മാത്രം നമ്മൾ പഠിക്കുക. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള വിദേശികൾ ആരൊക്കെയാണ് അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ ആരൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓർത്ത് വയ്ക്കുക, in 1888 ജോർജ് യൂള became the president of INC. That is the first British man became the president of INC. INC പ്രസിഡന്റ് ആകുന്ന ആദ്യത്തെ വിദേശി അല്ലെങ്കിൽ ആദ്യത്തെ ബ്രിട്ടീഷുകാരൻ വന്നത് ജോർജ് യൂളാണ്. 1888 വെച്ചാണ്. അത് അലഹാബാദ് സെഷനാണ്. എവിടെയാണ്? 1888. 1888 പഠിക്കാനൊക്കെ എളുപ്പമാണ്. നമ്മുടെ ശ്രീനാരായണ ഗുരുവിന്റെ അരുവിപ്പുറം ശിവപ്രതീക്ഷ 1888 അപ്പോൾ ആ വർഷമാണ് 1888. ജോർജ് യൂളാണ് INC പ്രസിഡന്റ് ആകുന്ന ആദ്യ ബ്രിട്ടീഷുകാരൻ. സെഷൻ എന്ന് പറയുന്നത് അലഹാബാദ് സമ്മേളനത്തിൽ വെച്ചാണ്. ഇനി രണ്ടാമത്തെ തൊട്ടടുത്ത വർഷം തന്നെ 1888 കഴിഞ്ഞാൽ തൊട്ടടുത്ത വർഷം തന്നെ 1889 ആണ്. 1889 വില്യം വെഡർബൺ എന്ന് പറയുന്ന ആൾ. ആരാണ്? വില്യം വെഡർബൺ എന്ന് പറയുന്നതാണ്. അത് ബോംബെ സെഷനിൽ വെച്ചാണ്, ബോംബെ സമ്മേളനത്തിൽ വെച്ചാണ്. അപ്പോൾ രണ്ടാമത്തെ ആൾ മറക്കണ്ട, വില്യം വെഡർബൺ 1889 അത് ബോംബെ സമ്മേളനത്തിൽ വെച്ചാണ്. ക്ലിയർ ആയില്ലോ? ഇനി തേർഡ് വൺ, മൂന്നാമത്തെ ആൾ എന്ന് പറയുന്നത് 1894 ആണ്. 1894 1894 ആൽഫ്രഡ് വെബ് എന്ന് പറയുന്ന വ്യക്തിയാണ്. ആരാണ്? ആൽഫ്രഡ് വെബാണ്. അത് മദ്രാസ് സമ്മേളനത്തിൽ വെച്ചാണ്. ആരാണ്? ആൽഫ്രഡ് വെബാണ് മദ്രാസ് സമ്മേളനത്തിൽ വെച്ചാണ്. അപ്പോൾ ഇതാണ് മൂന്നാമത്തെ INC പ്രസിഡന്റ് ആകുന്ന ബ്രിട്ടീഷുകാരെ നല്ല വിദേശി എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം പറഞ്ഞത് ജോർജുകൾ, വില്യം വെഡർബൺ, അത് കഴിഞ്ഞ് ആൽഫ്രഡ് വെബ്. 1894 സെഷനാണ്. 1894 മദ്രാസ് സമ്മേളനത്തിൽ വെച്ചാണ്. ഇനി അടുത്ത വ്യക്തി നോക്കാം, 1904 1904 ഹെൻറി കോട്ടറാണ് വരുന്നത്. ഹെൻറി കോട്ടറാണ്. സെഷൻ വരുന്നത് ബോംബെ സെഷനാണ്. ഏതാണ്? സെഷൻ വരുന്നത് ബോംബെ സെഷനാണെന്ന് ഓർക്കുക. ഇനി നാലാമത്തെ നോക്കുക, അടുത്ത് നോക്കുക, അത് 1910 1910 വരുന്നത് വില്യം വെഡർബൺ തന്നെയാണ്. സെഷൻ വരുന്നത് അലഹാബാദ് സെഷനാണ്. വില്യം വെഡർബൺ 1910 വില്യം വെഡർബൺ സെഷൻ വരുന്നത് വില്യം വെഡർബൺ. കിട്ടിയ WEDERBUR എന്നാണ്. ഈ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം, നോട്ട്സ് എല്ലാം നമ്മുടെ ക്ലാസ്സിൻ്റെ ഏറ്റവും ബാക്കിൽ നിന്ന് വെക്കുന്നുണ്ട്. ആളുകളുടെ പേരുകൾ, സെഷൻ, വർഷങ്ങളൊക്കെ വെക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി നോക്കുക. ഓക്കെ. അപ്പോൾ 1910 വരുന്നത് വില്യം വെഡർബൺ ആണ്. സെഷൻ വരുന്നത് അലഹാബാദ് സെഷൻ. അപ്പോൾ അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, only one British man became the president of INC in twice എന്ന് ഓർത്തുക. only one British man became the president of INC in twice. 2 തവണ INC പ്രസിഡന്റ് ആയിട്ടുള്ള ഒരേ ഒരു ബ്രിട്ടീഷുകാരൻ, അത് വില്യം വെഡർബൺ ആണ്. സെഷൻ 1 1889 ഏത് സെഷനാണ്? ബോംബെ സെഷൻ. അത് കഴിഞ്ഞാൽ പിന്നെ 1910 അലഹാബാദ് സെഷൻ. അപ്പോൾ ഇങ്ങനെ 2 തവണ INC പ്രസിഡന്റ് ആയിട്ടുള്ള ഒരേ ഒരു ബ്രിട്ടീഷുകാരാണ് വില്യം വെഡർബൺ. ക്ലിയർ ആയില്ലോ? അപ്പോൾ ഈ 4 ആളുകളെ നമുക്ക് പഠിക്കാം. അപ്പോൾ വൺസ് മോർ അഗൈൻ ഒന്നുകൂടി ഞാൻ പറയാം. 1888 ജോർജ് യൂളാണ്. അത് അലഹാബാദ് സെഷനാണ്. അത് കഴിഞ്ഞാൽ തൊട്ടടുത്ത വർഷം 1889 വില്യം വെഡർബൺ ആണ്. അത് ബോംബെ സെഷനാണ്. അത് കഴിഞ്ഞാൽ 1894 ആരാണ്? ആൽഫ്രഡ് വെബ് ആണ്. അത് മദ്രാസ് സെഷനാണ്. അത് കഴിഞ്ഞാൽ 1904 ഹെൻറി കോട്ടനാണ്. അതും ബോംബെ സെഷനാണ് വരുന്നത്. അത് കഴിഞ്ഞാൽ 1910 വില്യം വെഡർബൺ ആണ്. അത് വരുന്നത് അലഹാബാദ് സെഷൻ. അപ്പോൾ പഠിക്കാൻ ആ വർഷങ്ങളുടെ ഓർഡർ എടുക്കുക. അതോടൊപ്പം തന്നെ ആ സ്ഥലങ്ങളുടെ, പ്ലേസുകളുടെ ഓർഡർ എടുത്താൽ വളരെ ഭംഗിയായിട്ട് പഠിക്കാം. സെൻട്രൽ വരുന്നത് മദ്രാസ് ആണ്. അത് കഴിഞ്ഞാൽ
മേലെയും അടിയിലും ബോംബെ സെഷൻ വരും, ഏറ്റവും ടോപ്പിൽ അലഹാബാദ് സെഷൻ വരും. പറഞ്ഞ മനസ്സിലായ? സെൻട്രലിൽ മദ്രാസ് സെഷൻ വരും, അത് കഴിഞ്ഞാൽ തൊട്ട് മേലെയും തൊട്ടടിയിലും ഏത് വരും? ബോംബെ സെഷൻ. മേലെയും ബോംബെ സെഷനാണ്, അടിയിലും ബോംബെ സെഷൻ. ഏറ്റവും ടോപ്പിൽ വരുന്നത് അലഹാബാദാണ്, ഏറ്റവും അടിയിൽ വരുന്നത് അലഹാബാദാണ്. അപ്പോൾ അലഹാബാദ്, ബോംബെ, മദ്രാസ്, ബോംബെ, അലഹാബാദ്, ആ ഒരു ഓർഡറിലാണ് വരുന്നത്. അപ്പോൾ ആ ഒരു ഓർഡർ പഠിച്ചാൽ എളുപ്പത്തിൽ പഠിക്കാം. അപ്പോൾ ഈ 5 ആളുകൾ ഓർത്തേക്ക്, ഈ 5 ആളുകളാണ് INC പ്രസിഡന്റ് ആയിട്ടുള്ള വിദേശികൾ. ഇതിനോട് കൂടി ചേർത്ത് നമ്മൾ പഠിക്കുന്ന INC പ്രസിഡന്റായ വനിതകളും ഇതിനോട് കൂടി ചേർത്ത് പഠിക്കുക. അപ്പോൾ INC പ്രസിഡന്റ്മാരെ പഠിക്കുമ്പോൾ 1885 INC ഫോം ചെയ്ത് നമുക്കറിയാം. അപ്പോൾ 85 രൂപ കൊണ്ട് 2025 കംപ്ലീറ്റ് INC പ്രസിഡന്റ്മാരെ പഠിക്കുകയല്ല, പ്രധാനപ്പെട്ട സെഷനും ആ സെഷൻ തെരഞ്ഞെടുത്ത ആ സെഷൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അന്ന് INC പ്രസിഡന്റ്മാരാണ്, അങ്ങനെ തെരഞ്ഞെടുത്ത് മാത്രം പഠിക്കുക. അപ്പോൾ അതിൽ 2 സ്ട്രീമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഒന്ന് വനിതകൾ INC പ്രസിഡന്റ് ആയത്, രണ്ടാമത് വിദേശികൾ INC പ്രസിഡന്റ്. ഇത്രയും കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് പഠിച്ചു വയ്ക്കുക. പിന്നെ നമ്മുടെ എക്സാം വരാറ് മെയിലാണ്. നമ്മുടെ 2 ഫിലിംസ് വരുന്നത് മെയിലാണ്. ജൂണിൽ ഡിഗ്രി നിലവാരത്തെ എക്സാമിൻ്റെ മെയിൻ എക്സാം വരുന്നുണ്ട്. അപ്പോൾ സമയമൊന്നും കളയരുത്, വളരെ ഭംഗിയായിട്ട് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ടുകളോ മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ 9846298093 എന്ന നമ്പറിൽ കമൻറ്റ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങളും ഗൈഡൻസുകളൊക്കെ നൽകാവുന്നതാണ്. സോ അടുത്ത ക്ലാസ്സിൽ വീണ്ടും നല്ല ടോപ്പിക്കുമായി കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും